പിന്നെ ബലേനോ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമ്മള് ആസ്കിംഗ് പ്രൈസ് വരുന്ന 5,400 രൂപയാണ് വെക്കുന്നത്. ഡീസൽ അല്ല, പെട്രോൾ വണ്ടി 16 വണ്ടിക്കോ? 16 ഡെൽറ്റ 54,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. 20 എക്സെറ്റ് ആണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ റേറ്റിംഗ് വരും, നല്ല കട്ട ടയർ ഉണ്ട്, അതും ഡീസൽ ആണല്ലേ? ഡീസൽ 5,60,000. അത് ഇനിയും കുറയാനില്ലേ? നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ് ചോദിച്ചത്. അതിലും കുറയും, അത് ഉറപ്പാണ് അല്ലേ? അതായത് i20 എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് മൈലേജിന്റെ കാര്യത്തിൽ വിഷയമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡീസൽ വണ്ടി അല്ലേ? യെസ്. ഇതിപ്പോ ഏതാ മോഡൽ ബ്രോ? ഇത് 2017 മോഡൽ സ്പോർട്സ് ഡീസൽ. 17 സ്പോർട്സ് ഡീസൽ ആണല്ലേ? സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരും. 19 ആയതുകൊണ്ട് തന്നെ ഷേപ്പിലും വ്യത്യാസമുണ്ട് അല്ലേ? വ്യത്യാസമുണ്ട്. ഈ ടെയിൽ ലൈറ്റിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. 440. പ്രൈസ് കുറയൂലേ? കുറയും. പിന്നെ സ്വിഫ്റ്റ് ആണ്, അറിയാലോ ക്വാളിറ്റി വണ്ടികൾ, സ്വിഫ്റ്റിന്റെ വിലകൾ എന്താന്നുള്ളത് അറിയാലോ. അതെ അതെ അതെ. ഒരു ടാറ്റാന്റെ വണ്ടി കാണിച്ചിരുന്നു, അതുപോലെ തന്നെ അടുത്തത് ഒരു പഞ്ചാണ്, ഒരു ഇടിക്കട്ട സാധനമാണ്. ബോഡി ക്വാളിറ്റി ഒരു രക്ഷയില്ല അല്ലേ? അതെ. ഇതേതാ ബ്രോ മോഡല്? ഇത് 2021 മോഡൽ അഡ്വഞ്ചർ. അപ്പോൾ എന്തായാലും നമ്മുടെ 2024 വർഷം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? 2024 വർഷത്തിൽ ഓൾമോസ്റ്റ് ഞാനൊരു 100-300ഓളം വീഡിയോസ് കഴിഞ്ഞൊരു വർഷം നമ്മൾ പല പല യൂസ്ഡ് കാർ ഷോറൂമുകളിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരുപാടധികം ആൾക്കാർ വണ്ടികൾ വാങ്ങുകയും ഒരുപാടധികം ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവുകയും ചെയ്തു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാടധികം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ നിങ്ങൾ വാങ്ങണം. നല്ല നല്ല നമ്മുടെ ചാനലൊക്കെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കൂടെ നിർത്തണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെടുന്ന രീതിക്കുള്ള ഒരുപാടധികം വണ്ടികളെ കാണിച്ചു തരും. അപ്പോൾ അത് എല്ലാവർക്കും ഇപ്പോൾ ഉപകാരപ്പെട്ടണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ നോക്കുന്നത്, അതായത് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമാവുന്ന രീതിക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള മാക്സിമം വില കുറച്ചുള്ള വണ്ടികളൊക്കെ കാണിച്ചു തരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ്. ഓട്ടോ വെഞ്ചർ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ശരിക്കും 2 ഷോറൂമുണ്ട്. ഒന്ന് കൊടുവള്ളി ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് പാവങ്ങാടും ഉണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് പാവങ്ങാടാണ്. പാവങ്ങാടത്തെ ഈ ഒരു ഷോറൂമിൽ ഇപ്പോൾ ഈ ഇയർ എൻഡിങ് ഒക്കെ ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വില കുറച്ചിട്ട് ഒരുപാട് വണ്ടികൾ കിട്ടും. കാരണം മോഡലൊക്കെ മാറുകയാണല്ലോ. കാരണം ഇപ്പോൾ 24 എന്ന് പറഞ്ഞാൽ 25ലേക്ക് കിടക്കുമ്പോൾ സ്വാഭാവികമായും വണ്ടീൻ്റെ വാഹനത്തിൻ്റെ വിലയിൽ ഒരു ഡിപ്രിസിയേഷൻ വരും. അങ്ങനെ അതിപ്പോൾ പുതിയതായാലും യൂസ്ഡ് ആയാലും എല്ലാത്തിലും വരും കേട്ടോ. അപ്പോൾ ആ ഒരു ഡിപ്രിസിയേഷൻ ഇനി ഇവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് മാക്സിമം വില കുറച്ചിട്ട് ഇപ്പോൾ നിലവിലുള്ള വണ്ടികളൊക്കെ സെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു അവസരമാണ്. മാക്സിമം വില കുറച്ചുള്ള കുറേ വണ്ടികളുണ്ട്. ഒരുവിധം വണ്ടികളെല്ലാം തന്നെ ഇന്നിവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ നല്ല മോഡൽ കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരാൾ പോലും മാക്സിമം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ വീഡിയോ മിസ് ചെയ്യരുത്. നിങ്ങൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. താല്പര്യമുള്ളവർ നോക്കിക്കോളൂ. മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മാക്സിമം വില കുറച്ച് തരുന്നതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. കുറച്ചധികം വണ്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്പീഡിലൊന്ന് ഓടിച്ച് കാണാം. ഡീസലും പെട്രോളും ഓട്ടോമാറ്റിക് മാനുവലും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരം കിട്ടിക്കോട്ടെ കേട്ടോ. ഒരു ഞെക്കി വെക്കേണ്ട ആവശ്യമല്ലേ, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നത് നമ്മുടെ അർജുൻ ബ്രോ ഉണ്ട്. ഒന്ന് കണ്ടിട്ട് വരാം. അർജുൻ ബ്രോ, നമ്മൾ ഏതായാലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ മാസവും ഓരോ വീഡിയോ കാണിക്കാറുണ്ടായിരുന്നു അല്ലേ? അതെ. ഒരുപാടധികം ആൾക്കാർ നമ്മുടെ ചാനലിൽ കണ്ട് വണ്ടിയൊക്കെ വാങ്ങിയില്ലേ? സാറ്റിസ്ഫൈഡ് അല്ലേ? ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ അല്ലേ? മുന്നോട്ട് അങ്ങനെ തന്നെ ആവണം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറേയധികം വണ്ടികൾ കാണിച്ചു തരാനുണ്ട്. ഓട്ടോ വെഞ്ചറിൽ എന്തായാലും വളരെ വില കുറച്ചെടുക്കാൻ പറ്റുന്ന കുറേയധികം വണ്ടികൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. എന്തായാലും ഇയർ എൻഡിംഗ് ഒക്കെ ആയതുകൊണ്ട് മാക്സിമം വില കുറച്ച് കൊടുക്കൂലേ? എല്ലാ വണ്ടിക്കും മാക്സിമം വില കുറച്ചിട്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത് അല്ലേ? ഞെട്ടിക്കാം നമുക്ക്. അതെ അതെ. പിന്നെ എനിക്ക് ആകെ ഒറ്റ കാര്യം പറയാനുള്ളൂ, മാക്സിമം വില കുറച്ച് കൊടുക്കുക വണ്ടികൾക്കൊക്കെ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു കൺസേൺ. അത് കൂടെ തന്നെ നല്ല ക്വാളിറ്റിയും വേണം കേട്ടോ. പിന്നെ ഇവിടെ എന്തായാലും ഒരു 3 i20 കിടപ്പുണ്ട്, നിരന്ന് കിടക്കുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ടിൽ ഫുള്ള് വെള്ളമയാണല്ലോ. ഫുള്ള് വെള്ളം, എല്ലാവർക്കും വെള്ളയാണല്ലോ ആവശ്യം. പ്രിഫറൻസ് എപ്പോഴും കളർ വൈറ്റ് തന്നെയാ അല്ലേ? എന്നാ പിന്നെ നമുക്ക് ആ ഒരു i20 തുടങ്ങിയാലോ? ഇതിപ്പോ ഏതാ മോഡലൊക്കെ? ഇത് 16 മോഡൽ ആസ്റ്റ പെട്രോൾ. എനിക്ക് തോന്നുന്നു ആസ്റ്റ ഓപ്ഷനിലാന്ന് തോന്നല്ലോ. ആസ്റ്റ പെട്രോൾ, ആസ്റ്റ ഓപ്ഷൻ അല്ലേ? കാരണം ഈ പ്രൊജക്ടറും എല്ലാം വരുന്നത് അതിലാണ്. അതേപോലെ തന്നെ അലോയ് വീൽസ് ഉണ്ട്. മോശമല്ലാത്തൊരു 70% ടയറും ഉണ്ട്. ഇതിന്റെ ഇന്റീരിയർ എല്ലാം ഞാൻ കാണിച്ചു തരാം. എക്സ്റ്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയാണ് കേട്ടോ, ഒരു കുറ്റവും പറയാനില്ല. 16 അല്ലേ പറഞ്ഞേ? 16 മോഡൽ ആസ്റ്റ പെട്രോൾ അല്ലേ? പെട്രോൾ ആയതുകൊണ്ട് ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. ഇല്ലാന്ന് തന്നെ പറയാല്ലേ? കംപ്ലൈന്റുകളൊന്നും വരില്ല, പെട്രോൾ വണ്ടിയല്ലേ. സർവീസ് ഒക്കെ പ്രോപ്പർ കമ്പനി സർവീസ് ആണ്. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? ഇത് കിലോമീറ്റർ 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ്, ഒരു കുറ്റവും പറയാനില്ല. കമ്പനി വന്ന സാധനം തന്നെയാണ്. ആ ഒരു മ്യൂസിക്സും സംഭവങ്ങളൊക്കെ കമ്പനി വന്നതാണ്. സീറ്റ് കവർ പോലും ഇട്ടിട്ടില്ല. അതെ 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 അതെ. പിന്നെ 61 ഓടിയിട്ടുള്ളൂ അല്ലേ? 61 ജെനുവിൻ ആണല്ലോ അല്ലേ ബ്രോ? ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററി കൊടുക്കാം, നമുക്ക് ഹിസ്റ്ററി കൊടുക്കാം. പിന്നെ പ്രൈസാണ് മെയിൻ. പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 560. അതായത് 2016 വണ്ടി. 16 ആസ്റ്റ, ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽസ്, ക്യാമറ എല്ലാം വരുന്ന മോഡൽ, പ്രൊജക്ടർ എല്ലാം വരുന്ന മോഡൽ. അതെ അതെ അതെ. ഒരു റീപ്ലേസും ഇല്ലാന്ന് ഉറപ്പല്ലേ? ഒന്നുമില്ല. ക്ലീൻ വണ്ടി. 5,60,000. അത് ഇനിയും കുറയാനില്ലേ? നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ് ചോദിച്ചത്. അതിലും കുറയും, അത് ഉറപ്പാണ് അല്ലേ?
മാക്സിമം വില കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ എന്തായാലും ഒരു 5 രൂപേൻ്റെ മേലെ സുഖമായിട്ട് ലോൺ കയറില്ലേ? 5 രൂപ എന്തായാലും കിട്ടേണ്ടതാണ്. എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്, അത് നോക്കിക്കോളൂ. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് അതായത് i20 എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് മൈലേജിന്റെ കാര്യത്തിൽ വിഷയമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡീസൽ വണ്ടി അല്ലേ? യെസ്. ഇതിപ്പോൾ ഏതാ മോഡൽ ബ്രോ? ഇത് 2017 മോഡൽ സ്പോർട്സ് ഡീസൽ. 17 സ്പോർട്സ് ഡീസൽ ആണല്ലേ? സ്പോർട്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പിന്നെ അത് അലോയ് വീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അഡീഷണൽ ചെയ്താണ്. ഡീസൽ ഇത് എത്ര ഓടിയുണ്ട്? ഇത് 95,000 കിലോമീറ്റർ. 95 ഓടി. അത് എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ പക്കയാണോ? ഹിസ്റ്ററിയൊക്കെ പക്കയാണ്. ഇനി ഇന്ത്യയിലും കൂടി കാണിച്ചു കേട്ടോ. ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാലും ഏകദേശം കാണുമ്പോൾ ആ ഒരു പ്രൊജക്ടറും കൂടി വെച്ചാൽ ആസ്തി ആയില്ലേ? അതെ. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC വരില്ലെന്നേ ഉള്ളൂ. സീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ചെറിയൊരു നിലവിൽ സീറ്റ് കവർ ഇട്ടിട്ടില്ല. അതാണെങ്കിൽ നമുക്ക് കവറോടൊക്കെ ചെയ്ത് കൊടുക്കാം. സീറ്റ് കവറൊക്കെ ചെറിയ സംഭവമല്ലേ അല്ലേ? സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ തന്നെയാണ്. നല്ല സെറ്റാണ്. വർക്കിംഗ് ആണല്ലോ അല്ലേ? ഒന്നുമില്ല. വൃത്തിയുള്ള വണ്ടി. എന്താ വില? ഇത് നമ്മൾ 5,85 ചോദിക്കുന്നത്. 5,85,000 രൂപ. 17 മോഡലാണ്, സ്പോർട്സ് ആണ്, ഡീസലാണ്. 90,000 കിലോമീറ്റർ ഡീസൽ വെച്ചൊരു വിഷയമുള്ള കാര്യമല്ല. അത് വണ്ടിയാണ്. സർവീസ് പോയിട്ടുണ്ടല്ലോ അല്ലേ? അതായത് ഈ വണ്ടീനെയൊക്കെ അപേക്ഷിച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റും. സർവീസ് ഒന്നും പക്കയല്ലെങ്കിലാണ് പണിയാവുക അല്ലേ? നിങ്ങൾക്കറിയാലോ, ഒരു ഡീസൽ വണ്ടി യൂസ് ചെയ്യുന്ന ആളല്ല നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. മൈലേജിന്റെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. കംഫർട്ടാണ്, ഒരു രക്ഷയില്ല അതല്ലേ? പിന്നെ അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ടയറൊക്കെ വൈഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 5,85 അല്ലേ? 5,85 നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. അടിപൊളി. ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. പക്ക വണ്ടി അല്ലേ? അതുപോലെ തന്നെ ഒരു പെട്രോൾ വണ്ടി കൂടി ഉണ്ട്. ഇത് മോഡൽ കൂടിയ വണ്ടിയാണല്ലോ. ഇത് 2019 മോഡൽ. 19 മോഡൽ മാഗ്ന പ്ലസ്. മാഗ്ന പ്ലസ് ആണ്. പക്ഷെ മാഗ്ന പ്ലസ് ആണെങ്കിൽ അലോയ് വീൽ വെച്ച് ബാക്കി ഒരു എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഫ്രണ്ടിൽ ഫോഗ് ലാമ്പ് വരും, DRL വരും, ബാക്കിൽ സെൻസർ വരും, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരും. 19 ആയതുകൊണ്ട് തന്നെ ഷേപ്പിലും വ്യത്യാസമുണ്ട് അല്ലേ? ഈ ടെയിൽ ലൈറ്റിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് ഓടി എത്രയാ? ഇത് 44,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ വണ്ടിയാ അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ഇന്റീരിയർ ഒന്നും മോശമല്ല. സീറ്റ് കവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സർവീസ് ഒക്കെ ഇപ്പൊ നിലവിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ 2 പുത്തൻ ടയർ ഇട്ടുണ്ട്. ബാക്കിലെ ടയർ കുറവാണ്. ബാക്കിലെ ടയർ ഒന്ന് കാണേണ്ടി വരും. എക്സാക്ട് പറഞ്ഞാൽ 44,118 അല്ലേ ഓടിയതാ. ഫ്രണ്ടിലത്തെ ആ ഗ്ലാസിന്റെ പ്ലാസ്റ്റിക് പോലും പൊളിച്ചിട്ടില്ല കേട്ടോ. അതിന്റെ മുകളിൽ രജിസ്ട്രേഷൻ ഡേറ്റ് അതിന്റെ മുകളിലുണ്ടോ? അതെ. രജിസ്ട്രേഷൻ കൂടി പറഞ്ഞുതരാം. അതായത് 5/9/2019 കേട്ടോ. മാഗ്ന പ്ലസ്. എന്താ പ്രൈസ് എത്ര വരുന്നുണ്ട്? ഇത് നമ്മൾ 5,80 ചോദിക്കുന്നത്. 5,80. 19 വണ്ടി അല്ലേ? പെട്രോൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു പുതിയ വണ്ടി പോലെ ഉപയോഗിച്ചുകൂടെ? നിലവിൽ ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പുതിയ 2 ടയർ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിൽ ഒരു ആവറേജ് ആണ്. ബാക്കിൽ ടയർ കാണേണ്ടി വരും. കുറച്ച് കിലോമീറ്റർ ഓടാനുള്ളത് ഉണ്ടാവുള്ളൂ. നമ്മൾ നെഗോഷ്യബിൾ ആണെന്നല്ലേ പറയുന്നത്? പ്രൈസ് 5,80 അല്ലേ പറഞ്ഞത്? 5,80, 85. ഒന്നെങ്കിൽ വില കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ടയർ മാറ്റി കൊടുക്കുക. എന്ത് വേണമെങ്കിലും കസ്റ്റമർ ഇഷ്ടം. നിങ്ങൾക്ക് എന്ത് വേണോ അതൊക്കെ ചെയ്തു തരും അല്ലേ? അതുപോലെ തന്നെ എല്ലാവരുടെയും ഇഷ്ടവാഹനങ്ങളിലൊന്ന് സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഏതാ മോഡൽ? ഇത് 14 മോഡൽ VXI പെട്രോൾ. VXI പെട്രോൾ ആണ്. അതായത് മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. ടയർ വാങ്ങൽ മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല ടയറാ. ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട് ബ്രോ? കിലോമീറ്റർ 84. അടിപൊളി കേട്ടോ. അതിൻ്റെ അകത്ത് നല്ല അടിപൊളി ഒരു സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ ആണ്. ഇന്ത്യയിൽ ഒരു കുറ്റവും പറയാനില്ല. 84 പെട്രോളിനെ അപേക്ഷിച്ച് വലിയൊരു പ്രശ്നമുള്ള കേസല്ല. ഇല്ല, 10 വർഷമായില്ലേ. സർവീസ് ഒക്കെ പക്കയാണോ? സർവീസ് കറക്റ്റ് കമ്പനി സർവീസാ അല്ലേ? KL 11 രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. VXI ആണ്. മിഡിൽ ഓപ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമ്മൾ ചോദിക്കുന്നത് 4,40 ആണ് ചോദിക്കുന്നത്. അതായത് 16 വണ്ടി അല്ലേ? 14 മോഡൽ VXI പെട്രോൾ. സോറി, 14 അല്ലേ? കറക്റ്റ് പ്രോപ്പർ സർവീസ്. ഒരു സിംഗിൾ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയെ ഓടിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് മനസ്സിലാവും. 84 ഓടിയ മീറ്റർ നോക്കിയാൽ മനസ്സിലാവുള്ളൂ. അത്രയും ഫിറ്റാ വണ്ടി. ഫിറ്റ് ആണല്ലേ? വണ്ടി നല്ല ക്ലീൻ ആണ്. അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ക്വാളിറ്റി തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോ ഈ 4,40 പ്രൈസ് കുറയൂലേ? കുറയും. പിന്നെ സ്വിഫ്റ്റ് ആണ്, അറിയാലോ. സ്വിഫ്റ്റിന്റെ വിലകൾ എന്താന്നുള്ളത് അറിയാലോ. അതെ. പിന്നെ ഇനിയിപ്പോ പെട്ടെന്ന് കുറച്ച് കൊടുത്തോ? നമ്മൾ ഓൾറെഡി ഇപ്പോ മൊത്തം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ ചോദിക്കുന്ന വിലകൾ തന്നെ മാറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ഇതിന്റെ അതൊന്നും ഡിസ്കൗണ്ട് ഉണ്ടോ? 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഇനിയും വില കുറയ്ക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. അതുപോലെ തന്നെ നല്ല അടിപൊളി ടിയാഗോ ഉണ്ടല്ലോ. ഇത് 2020 മോഡല് XZ പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. 20 XZ പ്ലസ് അല്ലേ? അതായത് അന്ന് ഇറങ്ങിയ ടോപ്പ് വണ്ടി. അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്യാമറ എല്ലാ ഫീച്ചറും വരും. ബോഡി വൈസ് നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി. നല്ല വണ്ടിയാ. എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഒന്നുമില്ല. വേറെ കുറ്റൊന്നും കാണുന്നില്ല കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓടി എത്രയെന്ന് പറഞ്ഞോ? ഇത് 54. 54. സെക്കൻഡ് ടയർ ഇട്ടതാണ്. നോക്കിയേ, ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ
ഫ്രണ്ടിലെ 2 ടയറും പുതിയ ടയറാ. ടയറാ. സർവീസ് ഒക്കെ പക്കയാണല്ലോ. കമ്പനി സർവീസ്. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസോ? പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 485, 485. 2020 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. 20 ടോപ്പ് വണ്ടി അല്ലേ? അതും 50 സംതിങ് ഓടിയിട്ട് 4000 കിലോമീറ്റർ. 485 കുറയൂലേ? ഓ, മാക്സിമം നെഗോഷ്യബിൾ ആക്കാം. ഇനി ഇങ്ങോട്ട് കുറയ്ക്കാനാ നമ്മൾ റേറ്റ് 485. നീ കുറയ്ക്ക്. നീ കുറച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞതാണ്, ഓൾറെഡി നമുക്ക് ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും നമ്മൾ ചോദിക്കുന്ന പ്രൈസിൽ. അപ്പൊ നമ്മുടെ ആൾക്കാർ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതുണ്ടോ? നിങ്ങളെ പേര് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 3 ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അതിന്റെ അതേപോലെ തന്നെ ഇപ്പൊ ഒരു ടാറ്റാന്റെ വണ്ടി കാണിച്ചിരുന്നു. അതുപോലെ തന്നെ അടുത്തത് ഒരു പഞ്ചാണ്, ഒരു ഇടിക്കട്ട സാധനമാണ്. ബോഡി ക്വാളിറ്റി ഒരു രക്ഷയില്ല അല്ലേ? അതെ. ഇതേതാ ബ്രോ മോഡല്? ഇത് 2021 മോഡല് അഡ്വഞ്ചർ. 21 അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ അഡ്വഞ്ചർ ഏതാ ഓപ്ഷൻ വരുന്നത്? ഫുൾ അഡ്വഞ്ചർ ഒരു മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും. ഫുൾ അല്ല, മിഡിൽ ഓപ്ഷൻ. ഒരു XM എന്നൊക്കെ പറയുന്ന പോലെ പറയാം അല്ലേ? ഇത് ഒരു സ്പെഷ്യൽ കളറുമാണ് കേട്ടോ. ഓടിയത് എത്രയാ? ഓടിയത് 33,000 കിലോമീറ്റർ. 33. അതിനകത്ത് എനിക്ക് തോന്നി 4 ടയർ ഇട്ടിട്ട് ഇവിടെ 4 ടയർ പുതിയ ടയർ. ആകെ എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്റർ മാക്സിമം ഓടി ഉണ്ടാവുള്ളൂ. അടിപൊളി കേട്ടോ. അതായത് ജസ്റ്റ് മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. ഇന്റീരിയറൊക്കെ ആണെങ്കിലും ആ ഒരു ക്വാളിറ്റി അടിപൊളിയാണേ, ഒരു കുറ്റം പറയാനില്ല. ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഒക്കെ വരും അല്ലേ? ഓ, പിന്നെ പഞ്ചിന് നമ്മൾ എന്ത് പറയാനാ, പഞ്ചാണ്. 5 സ്റ്റാർ റേറ്റിംഗ്. ഒരുവിധം എന്താ പറയുക, ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ലേ? ഒരു കോൺഫിഡൻസ് ഉള്ള വണ്ടിയാണ് ടാറ്റ. ശരിക്കും ടാറ്റന്റെ വണ്ടി എല്ലാ വണ്ടികളും ഇപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പോയല്ലോ. സേഫ്റ്റി വിട്ട് കളിയില്ലല്ലോ. ഇതിൻ്റെ അകത്തൊരു ഹൈലൈറ്റ് പറഞ്ഞുതരാം. ഇതിന്റെ എക്സാക്ട് ഡെലിവറി 31/12/2021 കേട്ടോ. ഒരു ദിവസം കൂടി കഴിഞ്ഞ് 22 രജിസ്ട്രേഷൻ കിട്ടിയാണ് അല്ലേ? 31/12 വല്ലാത്ത ഇതായിപ്പോയി. ഇതിപ്പോ എന്ത് വില വരും? ഇത് നമ്മൾ ചോദിക്കുന്നത് 6 രൂപ ചോദിക്കുന്നത്. 6 ലക്ഷം രൂപ. 21 വണ്ടി. ഇത് പുതിയ എനിക്ക് തോന്നുന്നു 9-ന് 8 സംതിങ് എന്താ വില വരുന്നില്ലേ? അപ്പോൾ ഏകദേശം ഒരു 2-2.5-3 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ഡിപ്രിസിയേഷൻ കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും 6 ലക്ഷം രൂപ. പക്ഷേ നിങ്ങൾക്ക് 5 സംതിങ്ങിന് തരും. സംതിങ് എത്രയെന്ന് വന്നിട്ട് സംസാരിക്കാം അല്ലേ? 5 സംതിങ്ങിന് തരും. ചിലപ്പോൾ 90 വരും, ചിലപ്പോൾ 85 വരും. അത് നിങ്ങൾ വരിക, വന്നിട്ട് നോക്കിയിട്ട് സംസാരിക്കുക. 21 മോഡല് പഞ്ചാണ്. 4 പുത്തൻ ടയറുള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഒരു നെക്സോൺ കൂടി ഉണ്ടല്ലോ. സോറി, ടിയാഗോ. 19 മോഡൽ 20 രജിസ്ട്രേഷൻ. ഇതിന്റെ സെയിം ഓപ്ഷൻ XL+ തന്നെ. XL+. അതായത് പഴയ ഷേപ്പാന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ 20-ന് ശേഷമൊക്കെയാണ് പുതിയ ഷേപ്പിലേക്ക് മാറിയത് അല്ലേ? ഇത് മോഡൽ 19 ആണ്, രജിസ്ട്രേഷൻ 20 ആണ്. 20 രജിസ്ട്രേഷൻ അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. അലോയ്വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഭാഗങ്ങൾ മോശമൊന്നുമില്ല. ഇന്റീരിയർ കൂടി കാണിച്ചു തരാം. ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, ഒരു കുറ്റവും പറയാനില്ല. സീറ്റ് കവറൊക്കെ ആണെങ്കിലും നല്ല വൃത്തിക്കാരെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും അപാകത ഉണ്ടോ? തട്ടുമുട്ട ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ, കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? വിലയോ? വില നമ്മൾ ഇട്ടത് 460. 19-20 വണ്ടി അല്ലേ? 19 മോഡൽ 20 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, 44,000 കിലോമീറ്റർ, 4,60,000 രൂപ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ഈ പറഞ്ഞ നമ്മളിപ്പോൾ കാണിച്ച എല്ലാ ഒരുവിധ വണ്ടികൾക്കും നമുക്ക് 16-ന് ശേഷം കൂടുതൽ എല്ലാ വണ്ടികൾക്കും 1 ഇയർ വാറന്റി കൊടുക്കട്ടോ. അത് നമ്മൾ പറയാൻ മറന്നു അല്ലേ? ഒരു വർഷം 16-ന് ശേഷമുള്ള വണ്ടിക്കൊക്കെ 1 വർഷം വാറന്റി കൊടുക്കാം. പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി. പിന്നെ ഈ വാറന്റി ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ വാറന്റിക്കാർ വന്ന് തലകുത്തി നിന്ന് ചെക്ക് ചെയ്യും അല്ലേ? ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുവിധ മോഡൽ എല്ലാ വണ്ടിയും ഒരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞാണ്. അതെ. ഈ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അല്ല. കാരണം വാറന്റിക്കാർ അവർ വെറുതെ അങ്ങ് വാറന്റി അടിച്ചു തരില്ല. കാരണം അത്രയും അവർ ചെക്ക് ചെയ്യും. മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ പവർ വിൻഡോന്റെ സ്വിച്ച് വരെ പോയാൽ നമുക്ക് വാറന്റി റിജക്ട് ആവും. ചെയ്തു കിട്ടും അല്ലേ? അത് മാറ്റിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലൈന്റ്സ് ഒന്നും നിലവിൽ വെച്ചിട്ട് ചെയ്യൂല. അതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവരുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടൊക്കെ ഒന്ന് കണ്ടാൽ ഞെട്ടിപ്പോ. അത്രയും സാധനം നോക്കൂട്ടോ അവര്. അപ്പോൾ എന്തായാലും 460 അല്ലേ? 19-20 വണ്ടി. ഓക്കെ. അത് നിങ്ങൾക്ക് കുറച്ച് തരും കേട്ടോ, മാക്സിമം കുറച്ച് തരും. ഒരു നല്ല അടിപൊളി ഒരു ബലേനോ വാങ്ങിച്ചു കൊടുത്താലോ? ബലേനോ നല്ല കിഡിലൊരു സാധനമാണ്, നല്ല വൃത്തിയുള്ള വണ്ടി. ഇതേതാ മോഡൽ ബ്രോ? ഇത് 16 മോഡല് ഡെൽറ്റ. 16 ഡെൽറ്റ പെട്രോൾ ആണല്ലേ? ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ഓപ്ഷൻ ആണ് കേട്ടോ. നമ്മുടെ VX എന്നൊക്കെ പറയുന്ന പോലെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും അല്ലേ? ഇതിൽ ഓൾറെഡി ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ മേജർ ആയിട്ടൊന്നുമില്ല. ഇതിന്റെ ഇന്റീരിയർ കൂടി കാണിച്ചു തരാം. അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്, ആൻഡ്രോയിഡിന്റെ നല്ല അടിപൊളി ഒരു സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. പുറം ചൂടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് സാധനമൊക്കെ ഇതിൻ്റെ സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ടയർ ഭാഗങ്ങൾ ആവറേജ് ആണല്ലേ? ടയർ ഭാഗങ്ങൾ ആവറേജ് ആണ്. ഒരു 60% കൂട്ടിയാൽ മതി. ഇത് 16 അല്ലേ നമ്മൾ പറഞ്ഞത്? 16 മോഡൽ ഡെൽറ്റ. ഓടിയത് 54,000 കിലോമീറ്റർ. 54. എല്ലാ ഇപ്രാവശ്യം ഒരു 60-ന് ചോട് വണ്ടികളാണ് അല്ലെ? മിക്കവാറും വണ്ടികൾ ലോ കിലോമീറ്റർ വണ്ടികളാണ്. ഡീസൽ വണ്ടി മാത്രമേ കുറച്ച് കൂടുതലുള്ളൂ. ഡീസൽ വണ്ടി പിന്നെ പ്രയാസമാണ് കിട്ടാൻ. അതെ, പ്രയാസമാണ്, ഒരിക്കലും കിട്ടൂല. അതും പണ്ടായിരുന്നു ഇപ്പോൾ 1 ലക്ഷം ഓടി ആൾക്കാരൊക്കെ എടുക്കാൻ മടി. ഇപ്പോൾ 1 ലക്ഷം ഓടിയാലും ആൾക്കാർ എടുക്കാൻ റെഡിയാണ്. അല്ല, വേറെ കാര്യം 1 ലക്ഷം വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. നല്ല സർവീസ് ചെയ്ത് ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടിയാണെങ്കിൽ പക്കയാണ്.
പിന്നെ ബലേനോ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമ്മള് ആസ്കിംഗ് പ്രൈസ് വരുന്ന 5,400 റുപ്യാണ് വയ്ക്കുന്നത്. ഡീസൽ അല്ല, പെട്രോൾ വണ്ടി 16 വണ്ടിക്കോ? 16 ഡെൽറ്റ 54,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. സ്വിഫ്റ്റിന്റെ വില പോലും ആയില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞ വിലകൾ മൊത്തം ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇയർ എൻഡിങ് സ്കീം. അതെ അതെ, ഇതെന്തായാലും നോക്കിക്കോട്ടെ, നിങ്ങൾ മിസ് ചെയ്യണ്ട. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതും 5,400 അല്ലേ? 5,400. അത് നെഗോഷ്യബിളും അല്ലേ? നെഗോഷ്യബിൾ ആണ്. അടിപൊളി. ഇതാണെങ്കിൽ കിഡ് ഇതൊരു വെറൈറ്റി വണ്ടി 2017 മോഡല് ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്നാണ്. ഈ റെഡ് കളറും കാര്യങ്ങളൊക്കെ ആയിരിക്കും അഡീഷണൽ കസ്റ്റമർ ചെയ്തതാണ്. പക്ഷെ RC വരുന്ന സാധനമാണ്. ഒരു കാര്യവും ഇല്ല, പക്ഷേ ഗ്രാഫിക്സ് മാത്രമേ ഉള്ളൂ. RX അല്ലേ? RXL ആണോ? സൈഡിൽ RXL ആണ്. ടയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ല അടിപൊളി ടയർ ഉണ്ട്. അതുപോലെ തന്നെ അലോയിലൊക്കെ റെഡ് കളറിൽ ചെയ്തിട്ടുണ്ട്. ഇത് അലോയിലല്ലോ കേട്ടോ, വീൽ കപ്പാണ്. വീൽ കപ്പ് അല്ലേ? അത് ഞാൻ പറഞ്ഞത് ഒരു വെറൈറ്റി സാധനങ്ങളായിരിക്കും. ഇതൊക്കെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വന്ന സാധനം കേട്ടോ. അതെ അല്ലേ? സീറ്റ് കവറും കാര്യങ്ങളും സ്റ്റെയറിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നതാണ്. അതെ അതെ. RXL എന്ന് പറയുമ്പോൾ ബേസ് വേണമെങ്കിൽ പറയാം അല്ലേ? പവർ വിൻഡോസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് 800cc 800cc ആയിരിക്കും അല്ലേ? ഇത് 1 ലിറ്ററാ. 1 ലിറ്ററാ? 1 ലിറ്റർ ആണെങ്കിൽ ഒരു ഗുണം എന്താ വെച്ചാൽ കുറച്ചൊരു പവർ ഉണ്ടാവും. എവിടെ അങ്ങനെ കയറ്റതൊന്നും പമ്മി നിൽക്കൂല. അപകടങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. തട്ടുമുട്ട റീപ്ലേസ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 33,000 കിലോമീറ്റർ. നമ്മൾ വില ചോദിക്കുന്നത് 280. മോഡൽ ഏതായിരുന്നു പറഞ്ഞേ? 2017 മോഡൽ RXL 1 ലിറ്റർ. 1 ലിറ്റർ അല്ലേ? ഓക്കെ. ആ 17 വണ്ടിയാണ് 285. 285 കുറയൂലേ? കുറയും. 17 മോഡൽ ഉണ്ട്. കിലോമീറ്റർ ലോ കിലോമീറ്റർ 33,000 ഓടിയിട്ടുള്ളൂ. 1 ലിറ്റർ ആണ്. അതെ. പിന്നെ ഞാൻ നോക്കിയിട്ട് ഈ ഒരു കളർ മാത്രമേ അതിനകത്ത് ഒരു ബോറായിട്ടുള്ളൂ. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അതെ, അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ബ്ലാക്ക് ആക്കി. ഇങ്ങനെ കൊണ്ടുനടക്കേണ്ടവർക്ക് ഇങ്ങനെ കൊണ്ടുനടക്കട്ടോ. RC വരുന്നതാണ്. ഓരോരുത്തർ ഇഷ്ടമാണ്. 0.2 എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വരുന്ന വണ്ടിയാണ്. അതെ അതെ അതെ. ഒരു സ്പെഷ്യൽ എഡിഷൻ വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനത്തെ കുറച്ച് കളറൊക്കെ വരുന്നത്. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 285 അല്ലേ? 285. ഇനി ഇതാണെങ്കിലോ നമ്മൾ 18 മോഡല് WRV VX പെട്രോൾ. VX പെട്രോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ തലവീൽ വരും, സൺറൂഫും വരും. ഇത് സൺറൂഫ് നല്ല അടിപൊളി സൺറൂഫ് ഉണ്ട്. ഇത് മോഡൽ എന്ന് പറഞ്ഞാൽ 2018 പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഓടിയത് കുറവായിരിക്കുമല്ലോ? കുറവാണ്. എത്രയാ? 34,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ? വളരെ ലോ കിലോമീറ്റർ ആട്ടോ. എല്ലാവിധ ഫീച്ചേഴ്സും വരും, എല്ലാവിധ ഓപ്ഷൻസും വരും. പിന്നെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇത് നമ്മുടെ ആ സിറ്റിന്റെ ഒക്കെ സെയിം എഞ്ചിൻ ആണ്. ഏകദേശം ഒരു 15 മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ? 15 കിട്ടും. അലോയ് വീൽസും ടയറും ഭാഗങ്ങളൊന്നും കുഴപ്പമില്ല. റബ്ബർ ക്ലാഡിങ്ങിൽ ലേശം സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. ബോഡിയിലേക്കൊന്നും സ്ക്രാച്ച് ഇല്ല. പിന്നെ വേറെ അപാകതകൾ എന്തെങ്കിലും? ഒന്നുമില്ല. ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയല്ലേ? കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? പിന്നെ ഇസ്റ്ററൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാം. കൊള്ളാട്ടോ, വണ്ടി നല്ല നീറ്റാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ബ്രോ? ഇത് നമ്മൾ 7,500 രൂപ വയ്ക്കുന്നു. 7,500 രൂപ. 18 വണ്ടി അല്ലേ? 7,50,000 രൂപ. ഏറ്റവും ടോപ്പ് എൻഡ്, വളരെ 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 ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? പെട്രോളാണ്. അത്യാവശ്യം നിങ്ങൾ എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം. മാറ്റൊന്നും വേണ്ട അല്ലേ? ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ടൊയോട്ട കഴിഞ്ഞാൽ ഹോണ്ടയാണ് എഞ്ചിന്റെ കാര്യത്തിൽ നമ്പർ 1, നമ്പർ 2. സർവീസ് പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മതി. അതെ അതെ. നമുക്ക് 1 ഇയർ വാറണ്ടിയും കൊടുക്കാം. 1 ഇയർ വാറണ്ടി കൊടുക്കും. അതായത് അതിൻ്റെ അകത്തുള്ള A to Z സാധനത്തിന് വാറണ്ടി കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. നല്ല വൃത്തിയുള്ള ഒരു ഹോണ്ടയുടെ വണ്ടി, WRV. വേണ്ട ഒരു മിസ് ചെയ്യേണ്ട, കോൺടാക്ട് ചെയ്തോളൂ. ഓൾറെഡി നമ്മൾ 1-2 ടാറ്റയുടെ വണ്ടി കാണിച്ചു കൊടുത്തു അല്ലേ? ഇപ്പൊ ടാറ്റയുടെ കുടുംബത്തിലെ ഒരു ഡീസലുകാരൻ, അത് അൾട്രോസ് ആണ്. അൾട്രോസ് ഏതാ പ്രോ മോഡൽ? ഇത് 2020 മോഡല് XZ. 20 XZ ആണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ റേറ്റിംഗ് വരും. നല്ല കട്ട ടയർ ഉണ്ട്. അതും ഡീസലാണ് അല്ലേ? ഡീസലില് ഇത് എക്സാക്ട് ഡെലിവറി കാണിച്ചു കേട്ടോ. അതായത് 1/12/2020 ആണ്. അതായത് 20 ലാസ്റ്റ് വണ്ടി അല്ലേ? ഓ അടിപൊളി. പിന്നെ ഇത് 90 ഡിഗ്രിയിൽ ഡോർ ഓപ്പൺ ആവും. അതായത് നല്ലോണം തുറന്ന് കയറണം എന്നുള്ളവർക്കൊക്കെ അങ്ങനെ കയറാം. ഇന്റീരിയർ മോശമൊന്നുമില്ല. ഇത് XZ അല്ലേ പറഞ്ഞേ? XZ. അതായത് ഏറ്റവും ഫുള്ളിന് നേരെ താഴെ. പക്ഷേ ബട്ടൺ സ്റ്റാർട്ട് വരും, ക്യാമറ വരും, അലോയ് വീൽസ് വരും. ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ അല്ലേ? നല്ല ക്ലീൻ ആട്ടോ. ഇന്റീരിയർ കുഴപ്പമൊന്നുമില്ല. ഇത് ഓടിയത് 73,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? 73. എന്തായാലും മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. 71,000 ഓടിയിട്ടുള്ളൂ. 71. അടിപൊളി. വെറും 71,000 കിലോമീറ്റർ ഓടിയ XZ ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഇതിപ്പോ മൈലേജ് ഒക്കെ ഏകദേശം ഒരു 20 മുകളിൽ എന്തായാലും കിട്ടും. 25 കിലോമീറ്റർ ഉറപ്പായിട്ട് കിട്ടും. 4 സിലിണ്ടർ അല്ലേ ഇത് വരുന്നത്? 4 സിലിണ്ടർ 3 സിലിണ്ടർ അല്ലേ? അതെ അതെ. അപ്പോൾ കുറച്ചുകൂടി മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡീസൽ ആയതുകൊണ്ട് മോശമില്ലാത്തൊരു പവറും കിട്ടും. ചെറിയൊരു മറ്റേ 3 സിലിണ്ടർ വൈബ്രേഷൻ ഉണ്ടാവും. കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ വണ്ടി പക്കയാണ് അല്ലേ? ഓക്കെ. 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ വണ്ടി, അതും 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ ഇരുമ്പ് വലിക്കണ്ടേ? ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമ്മള് ഇയർ എൻഡിങ്ങിന്റെ ഓഫർ നമ്മളിപ്പോൾ 6,400 രൂപ ഇട്ടത്. ഇപ്പൊ ഇയർ എൻഡിങ്ങിന്റെ ഓഫർ ആയിരുമ്പോൾ 595 നമുക്ക് നെറ്റ് ചെയ്ത് കൊടുക്കാം. 595. 590 നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 590 ആണ് റേറ്റ് വരുന്നത്.
ഓക്കെ, 5,90,000 രൂപയ്ക്ക് 2020 ലാസ്റ്റ് വണ്ടി. എന്താ കമ്പാരിറ്റീവ്ലി ഓട്ടം കുറവുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 5,90 അല്ലേ, നല്ല വണ്ടി. എല്ലാ ഫുള്ള് ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് ഉറപ്പല്ലേ? അത് എനിക്ക് തോന്നുന്നു 5, 6 ഒക്കെ മേലെ ലോൺ കയറൂല്ലേ? ഏകദേശം എനിക്ക് ഒന്ന് 10.5 ലക്ഷം റുപ്യ വണ്ടി ഇറങ്ങുന്ന സമയത്ത് വില ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. പിന്നെ ഇപ്പൊ ഈ ഡീസൽ വണ്ടിക്കാണ് ആൾക്കാർ തപ്പി നടക്കുന്നത്, മൈലേജിന് വേണ്ടിയിട്ടല്ലേ? അതും 1 lakhന്റെ താഴെയുള്ള വണ്ടി. അതെ, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള നല്ല കിടിലൻ ഒരു അൾട്രോസ് വേണമെങ്കിൽ നോക്കിക്കോളൂ. നല്ല അടിപൊളി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു വണ്ടിയും കൂടി കാണിച്ചു തരാം, നമ്മുടെ എക്സെന്റ് ആണല്ലേ? എക്സെന്റ് ഏതാ മോഡൽ ബ്രോ? ഇത് 2014 പെട്രോൾ. 14 പെട്രോളാണ്. അതായത് നമ്മുടെ i10 ഡിക്കി വന്ന സാധനമാണ് ശരിക്കും. ഇത് കണ്ടാൽ ഫ്രണ്ടിൽ നിന്ന് കണ്ട i10 ആണെന്നേ പറയുള്ളൂ, പക്ഷെ സംഭവം എക്സെന്റ് ആണ്. ഇത് 14 മോഡല് ഫുൾ ഓപ്ഷൻ ആണ്, SX ഓപ്ഷൻ ആണ്. SX ഓപ്ഷൻ. അതെ അതെ, ബട്ടൺ സ്റ്റാർട്ട് വരും, ക്യാമറ വരും, ഷെയറിംഗിന് മുകളിൽ കൺട്രോൾസ്, എല്ലാ ഫീച്ചേഴ്സും വരും, എല്ലാ ഓപ്ഷനും വരും അല്ലേ? എന്തായാലും വണ്ടി അത്യാവശ്യം മോശമൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. സീറ്റോട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും വരും. മൈലേജ് ഒരു 12 മുതൽ 15 വരെ മാക്സിമം പ്രതീക്ഷ അല്ലേ? മൈലേജ് ലേശം കുറവാണെന്നുള്ള ചോദിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല. അലോയ് വീൽസ് ഉണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ? തൊട്ടുമുട്ട് ഒന്നുമില്ല, സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ, ഒരു ആക്സിഡന്റും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള 14 വണ്ടി അല്ലേ? കിലോമീറ്റർ എത്ര പറഞ്ഞേ? കിലോമീറ്റർ 71. ജെനുവിൻ കിലോമീറ്റർ. ശരി കൊടുക്കാം. 14 വണ്ടിയില്ല, എത്ര ലോടാൻ പറ്റും? അത്രേ ഉള്ളൂ. അത് പെട്രോളും കൂടി അല്ലേ അല്ലേ? പിന്നെ വിലയോ? വില നമ്മൾ 370. 370. 14 മോഡൽ ഒരു സെഡാൻ വണ്ടി, അത് നല്ല വൃത്തിയുള്ള ഓപ്ഷൻ അല്ലേ? ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടിയാണ്. നിങ്ങൾക്ക് 370 കുറയൂലേ? കുറയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നതെങ്കിൽ അത് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അതെ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല കേട്ടോ, കൊടുത്തില്ല ഇടിക്കുന്നതിനെ പറയാൻ പറഞ്ഞാൽ അവരോട്. എന്തായാലും പറയും. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. 370 നല്ല അടിപൊളി 14 ഫുൾ ഓപ്ഷൻ വണ്ടി. നിങ്ങളാരെങ്കിലും നല്ല അടിപൊളി ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ടെറാന, അതായത് ഒരു SUV ടൈപ്പ് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ പീസ് ഒരു വണ്ടിയുണ്ട്. ചെറിയൊരു പോളിഷിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു അല്ലേ? ഒന്ന് വൃത്തിയാക്കുന്ന പരിപാടിയിലായിരുന്നു. മോഡൽ ഏതാ ബ്രോ? ഇത് 2017 ആണല്ലേ? 17 ഡീസൽ ഓട്ടോമാറ്റിക്. എന്താ പറയാ, കിലോമീറ്റർ 84,000 കിലോമീറ്റർ. 84,594 കറക്റ്റ് പറഞ്ഞാല്. നല്ല വൃത്തിയുള്ള ഇന്റീരിയർ, ഒരു കുറ്റം പറയാനില്ല. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. 4 ഡോർ പവറിന്റെ ഇമേജിംഗ് പവർ സ്റ്റിയറിംഗ്. ഇത് XV ആണോ? XV അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ ടയർ ഭാഗങ്ങൾ മോശമല്ല, അലോയ് വീൽസ് ഉണ്ട്. ബോഡിയിലൊന്നും ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത ക്ലീൻ പീസ് സാധനമാണ്. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി. അപ്പൊ ഈ ഇതിന്റെ ടൈം വേസ്, സർവീസിന്റെ ടൈം വേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ടൈമിൽ ഇതിന്റെ ടൈമിംഗ് ചെയിൻ, ക്ലച്ച്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് കമ്പനിയിൽ മാറിയ വണ്ടി. ആവശ്യമില്ലെങ്കിൽ പോലും ടൈമിന് മാറേണ്ടതുകൊണ്ട് മാറിയതാ. നിലവിൽ 84,000 ഓടിയില്ല, 84,000 എന്തായാലും ടൈം ബെൽറ്റ് മാറേണ്ട ആവശ്യമില്ല. 1 ലക്ഷം ഒക്കെ എത്തുമ്പോൾ അതും സിംഗിൾ ഓണർ. നമ്മൾ വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട് കസ്റ്റമർ എടുത്ത് എടുത്തതാ. പക്ഷേ കസ്റ്റമർ കുറച്ചൊന്ന് ഇതാക്കിയപ്പോൾ നമ്മൾ ഓണർ പേരിൽ തന്നെ മാറി, അങ്ങനെ സെക്കൻഡ് ഓണർ. അതായത് ഇവിടെ നിങ്ങളുടെ പേരിലാണ് ഇപ്പോൾ വണ്ടി? നമ്മുടെ പേരിലെ വണ്ടിയിൽ. ഓക്കെ. അതായത് ചിലർ ഈ വണ്ടി കൊടുത്തുവിടാൻ ഒരു മടിയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ആക്ച്വലി, പക്ഷെ അതാണ് നല്ലത്. വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട്, നമുക്ക് എടുക്കാതെക്കാനും പറ്റാത്ത കണ്ടീഷനിൽ എടുത്ത് പോകുന്നത് അല്ലേ? 17 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് AMT ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു 14-15 കിലോമീറ്റർ സുഖമായിട്ട് മൈലേജും കിട്ടും. അതിന്റെ മുകളിൽ കിട്ടില്ല മൈലേജ്? കിട്ടുമല്ലോ, ഹൈവേ കിട്ടും. പക്ഷെ നമ്മൾ ട്രാഫിക്കിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് 6.25 ലക്ഷം റുപ്യ. ഇയർ എൻഡിങ്ങിന്റെ സ്പെഷ്യൽ സ്കീം ഓഫർ 75,000 അല്ലേ? അതെ. നല്ല ക്ലീൻ പീസ് വണ്ടി അല്ലേ? ഒരു അപാകതയിലും ഉറപ്പല്ലേ? ഒന്നുമില്ല. ഇത്രയും തള്ളിയിട്ട് ഉണ്ടെങ്കിൽ കമ്പനി ഇവിടെ തൊട്ടടുത്ത് നിസാന്റെ നേരെ കൊണ്ടുപോയി കാണിച്ച് കസ്റ്റമർക്ക് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആയതിനു ശേഷം മാത്രം കസ്റ്റമർ വാറണ്ടി കൊടുക്കൂലേ? കൊടുക്കാം. അപ്പൊ പിന്നെ എന്ത് മേടിക്കാനല്ലേ, എടുത്തോണ്ട് പോയാൽ മതി. ഒന്ന് നോക്കിക്കോട്ടോ, നല്ല ക്ലീൻ വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 1 ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് 6,75,000. 6,75,000 അത് നെഗോഷ്യബിൾ ആണ്. അടിപൊളി. പക്ഷേ നോക്കണം, നിങ്ങൾ 17 മോഡല് ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ വണ്ടിയാണ് നമ്മൾ 6.25 ലക്ഷം രൂപയ്ക്ക്. അതെ. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. കസ്റ്റമർക്ക് വിട്ടുകൊടുക്കും, കസ്റ്റമർ വരട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. നല്ല വൃത്തിയുള്ളൊരു അടിപൊളി ടെറാനോ വേണ്ടവര് മറക്കാണ്ട്. നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് ഒരു 2 വണ്ടി കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? ഓഫർ പ്രൈസിലുള്ള 2 വണ്ടി. ഇത് ഏതാ കിഡ് മോഡല്? ഇത് 17 മോഡൽ RXL ഓട്ടോമാറ്റിക്. RXL ഓട്ടോമാറ്റിക് ആണല്ലേ? നമ്മൾ ശരിക്കും കിഡില് ചെറിയ വണ്ടി ഓട്ടോമാറ്റിക് ഒന്നും നമ്മൾ കാണിച്ചില്ലായിരുന്നു. നല്ല അടിപൊളി ഒരു കിഡാണ് കേട്ടോ. അത് മോഡൽ ഏതാ പറഞ്ഞാൽ? 2017 മോഡലാണ്. അത്യാവശ്യം വണ്ടി നല്ല നീറ്റ് ആണ് കേട്ടോ. ഇത് കിലോമീറ്റർ 53. 53,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. RXL ആണ് കേട്ടോ, അതായത് ബേസ് വേരിയന്റ് ആണ്. പിന്നെ എന്നിരുന്നാലും ഇതിന്റെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയാണ് കേട്ടോ, കാര്യമായ കുറ്റങ്ങളൊന്നും പറയാനില്ല. സാധാരണ ആ ഒരു RXL വരുന്ന മ്യൂസിക്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗിയർ നോബ് ഇവിടെയാണ് വരുന്നത്. പവർ വിൻഡോസ് വരില്ല അല്ലേ? വിൻഡോസ് വരില്ല. മോശമല്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? കിലോമീറ്റർ 53 അല്ലേ? വലിയൊരു ഓട്ടം ഒന്നും പറയാനില്ല. 17 അല്ലേ?
പിന്നെ അതായത് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. തട്ടമുട്ട ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടി 1 ഇയർ വാറണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടി കൊടുക്കാം. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ വില നമ്മൾ 3.5 ഉറുപ്പിക വയ്ക്കുന്നത്. 3.5 17 വണ്ടി, 17 മോഡൽ ഓട്ടോമാറ്റിക് അല്ലേ? അത് റേറ്റ് നെഗോഷ്യബിൾ ആവില്ലേ? നെഗോഷ്യബിൾ ആണ്. 3.5 ഇച്ചിരി കൂടുതലാണ്. 17 അല്ലേ? അത് മാത്രമല്ല ഇപ്പോൾ ഒരു ഇയർ എൻഡിങ് ഓഫർ ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കല്ലേ? കുറച്ച് കൊടുക്കൂലേ? മാക്സിമം കുറയൂലേ? അടിപൊളി കേട്ടോ. അപ്പോൾ എന്തായാലും 2017 വണ്ടി, പക്ഷേ വണ്ടി നല്ല നീറ്റാണ്. ഈ പറഞ്ഞ പോലെ തന്നെ RX ആണെന്നേ ഉള്ളൂ. 2 പവർ വിൻഡോസിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ അല്ലേ? മാക്സിമം നെഗോഷ്യബിൾ ആക്കിയിട്ട് നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. കൊടുക്കണം കേട്ടോ. കൊടുക്കും. അടിപൊളി. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി കാണിക്കാം അല്ലേ? ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു നെക്സോൺ ആണ്. നെക്സോൺ ഇത് ശരിക്കും മോഡൽ ഏതാ? ഇത് 2022 മോഡൽ XMS. 22 XMS ആണ്. ഈ XMS വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേണ്ട സൺറൂഫ് ഉണ്ടാവും അല്ലേ? മാത്രമല്ല ഇതൊരു ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു കളറും കൂടിയാണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരില്ലേ ബ്രോ? എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ? ഇന്റീരിയർ കൂടി ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ അത്യാവശ്യം നല്ല ക്ലീൻ ആണ് കേട്ടോ. ഒന്നും ചെയ്യാനില്ല. ആകെ 2022 മോഡൽ 20,000 ഓടിയിട്ടേ ഉള്ളൂ. 20 ഓടിയിട്ടുള്ളൂ. മോഡൽ 2022 മോഡൽ 22 ആണല്ലേ? എക്സാക്ട് ഡെലിവറി വരികയാണെങ്കിൽ 5/11/2022. അടിപൊളി, നല്ല ക്ലീൻ പീസ് വണ്ടി കേട്ടോ. അതായത് ആരെങ്കിലും പുതിയതൊക്കെ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോകരുത്, ഒന്ന് പ്രിഫർ ചെയ്തോളൂ അല്ലേ? നല്ല ലക്ഷങ്ങളുടെ ഡിപ്രിസിയേഷൻ കൊടുത്തൂടെ? ഉണ്ടാവും. നിലവിൽ നമുക്കിപ്പോൾ 1 ഇയർ വാറണ്ടി ഇപ്പൊ നിലവിൽ പെൻഡിങ് ഉണ്ട്. അത് കമ്പനി വാറണ്ടി, നമ്മളെ വാറണ്ടി ഇല്ല, കമ്പനി വാറണ്ടി പെൻഡിങ് ഉണ്ട്, നിലവിൽ കിടപ്പുണ്ട്. അതിന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സർവീസ് ഇതപ്പോൾ കഴിഞ്ഞ് നേരെ ഷോറൂമിൽ കയറ്റിട്ട് ആ സർവീസ് സെന്റർ ഇവിടെ മറിയുന്നതെന്ന് സർവീസ് ചെയ്ത് നേരെ ഇവിടെ കയറ്റിട്ടതാ. ഓട്ടം മാത്രമേ ഓടിയുള്ളൂ സർവീസ് കഴിഞ്ഞിട്ട്. അടിപൊളി. അപ്പൊ എന്തായാലും വണ്ടി നല്ല കിടില വണ്ടിയാണ്. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇൻഷുറൻസും പുതിയ ഇൻഷുറൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എടുക്കുന്ന കസ്റ്റമേഴ്സിന് വണ്ടി എടുത്താൽ ഓടാൻ മാത്രം ചെയ്താൽ മതി. B2B ഇൻഷുറൻസ് എന്തായാലും ഉണ്ടാവൂലേ? ഉണ്ടാവണ്ടാണ്. അത് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. 22 ആകുമ്പോൾ 5 വർഷം ഇൻഷുറൻസ് ഉണ്ടാവില്ലേ ബ്രോ? അതിൽ 1 ഇയറേ നമുക്ക് ബമ്പർ ഉണ്ടാവുള്ളൂ. ബാക്കി 2 വർഷം ഇൻഷുറൻസ് നിലവിലുണ്ടല്ലോ. ഇൻഷുറൻസ് നിലവിലുണ്ടാവും. ഉണ്ടാവും അല്ലേ? 5 വർഷം ഉണ്ടാവില്ല, 3 വർഷം. 2025 വരെ ഉണ്ടാവും. 3 വർഷം ഉണ്ടാവും. 1 ഇയർ ബമ്പറ്റുമ്പറും ബാക്കി 2 വർഷം തേർഡ് പാർട്ടി ആയിരിക്കും. മിക്കവാറും ബമ്പറ്റുമ്പർ ഇൻഷുറൻസ് ഉണ്ടാവാനാണ് ചാൻസ്. അതൊക്കെ എന്തായാലും അവർ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും അല്ലേ? കാരണം ഇത്ര നല്ല വണ്ടിയല്ലേ? ഒരു റീപ്ലേസോ ആക്സിഡന്റ് ഒന്നുമില്ല. വൃത്തിയുള്ള വണ്ടി. സർവീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞിട്ട് കൊടുക്ക് ഇവിടെ നേരെ ഡയറക്റ്റ് ഷോറൂമിൽ എടുത്തവർക്ക് ഓടിച്ചാൽ മാത്രം മതി. ആകെ 20,000 ഓടിയിട്ടുള്ളൂ. സർവീസ് ഉള്ള അടുത്ത 10,000 അവിടെ ഒന്നും അറിയണ്ട. പെട്രോൾ ആണെന്നേ ഉള്ളൂ. പിന്നെ നിലവിൽ വാറണ്ടി കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്തില്ലെങ്കിൽ വാറണ്ടി കട്ടോ. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ വാറണ്ടി ഉണ്ടെങ്കിൽ തന്നെ കറക്റ്റ് സർവീസ് ചെയ്തതുകൊണ്ടാണ് വാറണ്ടി കിട്ടിയത്. അതെ, ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത അടിപൊളി ഒരു ടാറ്റയുടെ വണ്ടി. അപ്പൊ മൊത്തം 4 ടാറ്റയുടെ വണ്ടി ഇവിടെ കിടപ്പുള്ളൂ കേട്ടോ. എല്ലാ സാധനം ഉണ്ടല്ലേ? ഇനി അറിയേണ്ടത് ഇതിന്റെ വിലയാണ്. വില നമ്മൾ 7,90,000 ഉറുപ്പിയാണ് ചോദിക്കുന്നത്. 7,90,000 22 വണ്ടി. അത് കിഡിലൻ ക്വാളിറ്റിയുള്ള പുത്തൻ വണ്ടി അല്ലേ? ഓക്കെ, 7,90 എന്ന് പറയുമ്പോൾ കുറയും, ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ചെയ്തു കൊടുക്കാം. ചെയ്യേണ്ട ആവശ്യമില്ല കസ്റ്റമർക്ക് എടുത്തിട്ട്. ഒരു ചെറിയൊരു ഓടിക്കോളൂ, അത്രേ ഉള്ളൂ അല്ലേ? വാറണ്ടി ഉണ്ട്. സർവീസ് ഇപ്പൊ കഴിഞ്ഞാണ്. ടയറും കാര്യങ്ങളും ഉണ്ട്. എനിക്കൊന്നൊരു 11ന്റെ അടുത്ത് വരെ വരുന്നുണ്ടോ ഇതിന്? 11ന്റെ മുകളിൽ വരെ ഉണ്ടല്ലേ? മോശമില്ലാത്ത ഒരു ഡിപ്രിസിയേഷനിൽ എടുത്തോണ്ട് പോവാം. 7,90 ആസ്കിംഗ് ആണ്. പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ പറയാ, ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ എല്ലാം ആണ് വരുന്നത്. ഒരു അലവിലും ഇടുക, അഡീഷണൽ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോയും ചെയ്യാം. ഏകദേശം ഫുൾ ഓപ്ഷന്റെ ഫീച്ചറായി അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും 7,90 ആസ്കിംഗ് പ്രൈസ്. സംഭവം നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും. ഇയർ എൻഡിംഗ് ഒക്കെ ആയതുകൊണ്ട് മാക്സിമം വില കുറച്ചിട്ട് മാക്സിമം വണ്ടി ഇറക്കി കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. അതിൻ്റെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാട് സ്ഥിതി ചെയ്യുന്ന ഓട്ടോ വെഞ്ചർ അല്ലേ? അവിടുത്തെ വണ്ടികളുടെ കാഴ്ചകളാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100% നമുക്ക് ഗ്യാരണ്ടി പറയാമല്ലോ അല്ലേ? ഗ്യാരണ്ടി പറയാം. ഒട്ടുമിക്ക വണ്ടികളൊക്കെ പെട്രോൾ ആണ്. 1-2 ഡീസൽ വണ്ടിയേ ഉള്ളൂ. പക്ഷേ ഡീസൽ വണ്ടി ആണെങ്കിൽ പോലും അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളോ അല്ലേ? വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ പോരാത്ത ഈ പെട്രോൾ വണ്ടികളാകുമ്പോൾ കമ്പാരിറ്റീവ്ലി കംപ്ലൈൻസ് കുറവാണ്. അതുകൊണ്ട് അതും പേടിക്കണ്ട. പിന്നെ വാറണ്ടി ഉണ്ട് 1 വർഷം, അതും പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും വണ്ടിയുടെ ഇപ്പോൾ ഞാൻ കാണിച്ചതിന്റെ പുറമെ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് അയച്ചു കൊടുക്കൂലേ? ഫുൾ സാധനം അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന വണ്ടി കാണാനും പറ്റും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരണമെങ്കിൽ അതിന് സൗകര്യം ഒക്കെ ചെയ്തു തരും അല്ലേ? എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു തരും. അതായത് ഒരു ആള് വണ്ടി എടുക്കാൻ വന്നാൽ വണ്ടി കൊടുത്തേ വിടുള്ളൂ. വിലേന്റെ കാര്യത്തിൽ ആരും തെറ്റും. അതെ, സ്വാഭാവികമായിട്ടും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ആണല്ലോ എല്ലാവരും അന്വേഷിക്കുന്നത്. പിന്നെ വിലേന്റെ കേസിലാണെങ്കിലും വലിയ കൂടുതലൊന്നുമില്ല. എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ക്വാളിറ്റിക്ക് അനുസരിച്ച് ചെറിയ റേറ്റ് കൂടുതൽ നമ്മൾ ചോദിക്കുന്നുള്ളൂ. കാരണം നമുക്ക് ആ റേഞ്ചിൽ കസ്റ്റമറിൽ നിന്ന് കിട്ടുമ്പോൾ ഇപ്പോൾ കംപ്ലൈൻസ് ഇല്ലാത്ത വണ്ടിക്കാണല്ലോ നമുക്ക് നല്ല റേറ്റിന് കിട്ടുക. അത്രേ ഉള്ളൂ. കംപ്ലൈൻസ് ഉള്ള വണ്ടികൾ അത്ര വേണമെങ്കിൽ കുറച്ച് കിട്ടും. അത് കിട്ടും. ഇപ്പൊ ഈ ടോട്ടലസ് വണ്ടിയൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഈ കാഴ്ചയിലൊക്കെ 3-1 വയസ്സിലും കിട്ടും. അപ്പൊ അതിലൊന്നും പോയി ചാടാണ്ട് നല്ല വണ്ടികൾ എടുക്കുക. പുറത്തുനിന്നുള്ള നിങ്ങളെ കമന്റ്സ് നോക്കിയാലും മനസ്സിലാവും എത്ര റേറ്റ് കൂടുതലാണ്, അത്ര റേറ്റ് കൂടുതലാണ്. പക്ഷേ അവർ പറയുന്ന റേറ്റിനുള്ള വണ്ടിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. പോയി വണ്ടിന്റെ അടുത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. നമ്മളിവിടെ അങ്ങനത്തെ ഒരു വണ്ടികളും കൊടുക്കുന്നില്ല. ഒരു മേജർ ഇടിച്ച വണ്ടി, മറിഞ്ഞ വണ്ടി, കിലോമീറ്റർ വേഴ്സിങ്, ഫ്ലഡ്
ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. വേറെ കേസ് കേട്ടോ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത കുറെ വർഷങ്ങളിൽ ഇവിടെ വീഡിയോ നമ്മൾ അത്യാവശ്യം വണ്ടി ഇവരെ വീഡിയോയിൽ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അങ്ങനത്തെ ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് കാര്യം അറിഞ്ഞ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇത് പറയുന്നവർ അവിടെ നിന്ന് പറയുന്നതുണ്ട് വേറെ കഥ. അത് ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. അതായത് നമുക്ക് ഇനിയും ഒരുപാട് അധികം വീഡിയോ ഇവിടെ ചെയ്യണമെങ്കിൽ നല്ല വണ്ടി വിറ്റാലേ നല്ല വണ്ടി നമ്മൾ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ എത്ര നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ വെച്ചിട്ടുണ്ട്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും